നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതിയില്ല ടീച്ചർ. ഒക്കെ ഗുരുവായൂരപ്പന്റെ കടാക്ഷ. നീ സ്വയം ചിട്ടപ്പെടുത്തിയെടുത്ത നൃത്തശില്പം ഭഗവാന് സമർപ്പിക്കണമെന്ന് ഏറെ മോഹിച്ചതല്ലേ? ബാലാമണിയെ കാണാനായിട്ട് ആരോ പുറത്തു വന്നിപ്പുണ്ട്. എന്നെ കാണാനോ? ആരാ? പേരൊന്നും പറഞ്ഞില്ല. ബുക്ക് ചെയ്യാനാണോന്ന് അറിയത്തില്ല. നീ ചെന്ന് അയാളെങ്ങ് കൂട്ടിക്കൊണ്ടുവരൂ. ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം. പ്രോഗ്രാം കണ്ടപ്പോ അത് ചെയ്തയാളെ നേരിട്ട് കണ്ട് അഭിനന്ദനം അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാ. വളരെ നന്നായിരുന്നു. ആദ്യം മുതൽ കാണാൻ കഴിഞ്ഞില്ല എന്നൊരു ഖേദം മാത്രമേ ഉള്ളൂ. താങ്ക് യു സർ. അഭിനന്ദനം മാത്രമല്ല, ഒരു ഉപഹാരം കൂടി തരണമെന്നുണ്ട്. ഇത് സ്വീകരിക്കണം. വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വാങ്ങിയതാ. പക്ഷെ ഇത് സമ്മാനിക്കേണ്ടത് ബാലാമണിക്കാണെന്ന് മനസ്സ് പറഞ്ഞു. താങ്ക് യു സർ. എന്താ പേര്? എന്റെ പേര് ആനന്ദ്. ആനന്ദ് എന്ത് ചെയ്യുന്നു? ഞാനൊരു കോളേജ് അധ്യാപകനാ. ടീച്ചറുടെ സ്റ്റുഡന്റ് ആണല്ലേ ബാലാമണി? ആയിരുന്നു. ഇപ്പൊ എന്റെ നൃത്തവിദ്യാലയത്തിലെ ടീച്ചറും കൂടിയാ. പരിചയപ്പെട്ടതിൽ സന്തോഷമുണ്ട്. ബാലാമണിക്ക് എല്ലാ ആശംസകളും. താങ്ക് യു സർ. എന്നാ ഉണ്ണിമാമ ഇത് എവിടേക്കാ പോയത്? എന്റെ കൂടെ ഷോപ്പിലേക്ക് വന്ന ആളെ പിന്നെ കാണാനില്ല. ഗുരുവായൂർ തൊഴാൻ വന്നിട്ട് പ്രസാദം വാങ്ങിക്കാതെ ചെന്നാൽ സുമംഗലയ്ക്ക് വിഷമമാകും. അല്ല, നീ ആ ശില്പത്തിന് വില പറഞ്ഞിട്ട് വാങ്ങിയില്ലേ? വാങ്ങി. അർഹതപ്പെട്ട ആളിന്റെ കയ്യിൽ അത് ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോ സുമംഗലയ്ക്ക് വേണ്ടിയിട്ടല്ലേ നീ അത് വാങ്ങിയത്? അമ്മയല്ല അതിന് അവകാശി, ബാലാമണിയാ. ബാലാമണിയോ? അതാരാ? മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഞാനിപ്പോ ഒരു നൃത്തശില്പം കണ്ടു ഉണ്ണിമാമേ. അതൊന്ന് കാണേണ്ടതായിരുന്നു. അതെങ്ങനെയാ? ആ സമയത്ത് ഉണ്ണിയപ്പത്തിന് ക്യൂ നിൽക്കാൻ പോയിരിക്കല്ലേ. നൃത്തം ചെയ്ത ആളാ ഞാൻ പറഞ്ഞ ബാലാമണി. ഗ്രീൻ റൂമിൽ ചെന്ന് ഞാൻ അവളെ കണ്ട് അഭിനന്ദിച്ചു. ആ ശില്പം അവൾക്ക് സമ്മാനിക്കുകയും ചെയ്തു. ഗുരുവായൂരപ്പാ, രൂപ 5000 പോയി കിട്ടി. കൃഷ്ണ. സുമംഗല പ്രതീക്ഷിച്ചത് അരവിന്ദനെയാ.
ആ മുഖത്തെ ഉത്കണ്ഠ കണ്ടില്ലേ? ഉണ്ണീട്ടൻ പറഞ്ഞ ശരിയാ. എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോ അനന്ത് വിളിച്ചിരുന്നു. അവരെത്തേണ്ട സമയം കഴിഞ്ഞു. റോഡ് മുഴുവൻ ബ്ലോക്കാണമ്മേ. മഴ ആയതുകൊണ്ട് അത്ര പെട്ടെന്ന് വണ്ടി ഓടിക്കാനൊന്നും പറ്റില്ല. ആഹാ, ദാ എത്തിയല്ലോ. സുരക്ഷിതമായിട്ട് കൊണ്ട് എത്തിച്ചിട്ടുണ്ടേ. വലിയേട്ടാ, അതൊക്കെ അവിടെ വെച്ചു. വലിയേട്ടൻ ചെന്ന് സ്വീകരണങ്ങൾ കയറ്റുവാ. ബാഗുകളൊക്കെ ഞാൻ ചെല്ല് ചെല്ല്. അമ്മേ, യാത്ര സുഖമായിരുന്നോ മോനെ? ഊമ്മേ, സുഖമായിരുന്നു. നിങ്ങൾ ഗുരുവായൂർക്ക് പോരുന്നല്ലേ? അനന്ത് പറഞ്ഞു. ഉണ്ണിമാമയ്ക്ക് ഡ്രൈവറായിട്ട് പോയതാണ്ടേട്ടാ. ആകെക്കൂടിയുള്ളൊരു ഒറ്റമൂട് മാമനല്ലേ. സത്യം പറയല്ല, ഉണ്ണിമാമ വീട്ടിലുണ്ടാവുന്ന ഞാൻ കരുതിയേയില്ല. 2 തവണ ഞാൻ ലീവിന് വന്നപ്പോഴും ഉണ്ണിമാമ തീർത്ഥാടനത്തിലായിരുന്നു. അത് ഞാൻ തീർത്ഥാടനത്തിന് പോയ സമയം നോക്കി നീ വന്നത് കൊണ്ടല്ലേ? വലിയേട്ടാ, പിടിച്ചു കെട്ടി നിർത്തിയിരിക്കുക അമ്മ. ദേ 3 പേരുടെയും വിവാഹം കഴിഞ്ഞ് ഉണ്ണിയേട്ടനെ ഞാനിനി വിടും. കാരണം അവരുടെ സ്ഥാനത്ത് ചൂണ്ടിക്കാണിക്കാൻ ഒരാള് വേണ്ടേ? അതോർത്തെന്റെ പെങ്ങൾ വിഷമിക്കണ്ട. യുവന്മാരുടെ 3 പേരുടെയും വിവാഹം കഴിഞ്ഞിട്ടേ ഇനി ഒരു തീർത്ഥയാത്രയുള്ളൂ. ഒരു ഷോർട്ട് ബ്രേക്ക് അല്ലേ മാമേ? സന്യാസിയും നിത്യബ്രഹ്മചാരിയുമായ കുഞ്ഞുണ്ണി സ്വാമികൾ കുറെ കാലം ഗൃഹസ്ഥാശ്രമിയാവുന്നു. സന്തോഷം കൊണ്ടാ ഉണ്ണിയേട്ട. പത്രത്തിലെ ജോലി കളയരുതെന്ന് ശാഠ്യം പിടിച്ചതല്ലേ. മനസ്സില്ലാ മനസ്സോടെയാ ഞാൻ അവനെ ഡൽഹിക്ക് വിട്ടത്. ഇത്രയും കാലം അവനെ ഓർത്തുള്ള ഉത്കണ്ഠയായിരുന്നു. ഇപ്പോഴാ മനസ്സ് ശാന്തമായത്. ഇനിയിപ്പോ ഒരാശങ്കയും വേണ്ട. 3 പേരും പഴയതുപോലെ സുമംഗലയുടെ ചിറകിൻ കീഴിൽ തന്നെ ഉണ്ടല്ലോ. അത് മറന്നിട്ടല്ല. 6, 8, 10 വയസ്സുള്ളപ്പോഴാ അവർക്ക് അച്ഛനെ നഷ്ടമായത്. പിന്നീട് അങ്ങോട്ട് ചിറകിനടിയിൽ വെച്ച് തന്നെയാ ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത്. എന്റെ കാലം വരെ അവർ ഈ തറവാട്ടിൽ തന്നെ ഉണ്ടാവണം. അതെന്റെ മോഹ. അവര് മാത്രമല്ല, 3 മരുമക്കളും പിന്നെ അവരുടെ കുട്ടികളും. അഴകത്ത് വീടപ്പോ ശരിക്കും ഒരു പൂന്തോട്ടമാകും. അമ്മയും കൂടെ ഇരിക്കെ. നിങ്ങൾ കഴിക്ക്, ഞാൻ പിന്നെ കഴിച്ചോളാം. നീ വരുന്ന വിവരം മുകുന്ദമ്മേനോനെ അറിയിച്ചോ? വരുന്നുണ്ടെന്നറിയാം. ഒരു ചടങ്ങിന് വേണ്ടിയെങ്കിലും മൈഥിലേച്ചെന്ന് കാണണ്ടേ? ഒരു പെണ്ണ് കാണൽ ചടങ്ങിന്റെ കാര്യമൊന്നുമില്ല. നീ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ തന്നെയല്ലേ മുകുന്ദൻ മേനോനും കുടുംബവും താമസിച്ചിരുന്നത്? അതെ. ഞങ്ങൾ ചെന്ന് പെൺകുട്ടിയെ കണ്ടു. മുകുന്ദൻ മേനോനും കൂട്ടരും ഇങ്ങോട്ടും വന്നു. നല്ല ജാതക പൊരുത്തവും ഉണ്ട്. നീ നാട്ടിലെത്തിയ സ്ഥിതിക്ക് ഇനി ഒരു ദിവസം നിശ്ചയിക്കുക, അത്രേ ഉള്ളൂ. ഏട്ടൻ നാളെ തന്നെ അരമന വീട്ടിൽ ചെന്ന് മൈഥിലി എടുത്ത് കണ്ടിട്ട് വാ. ചടങ്ങായിട്ടൊന്നും വേണ്ട. നോക്കട്ടെ, നാളെ അടക്കില്ല, എനിക്ക് ജോയിൻ ചെയ്യണം. അരവിന്ദൻ വന്ന വിവരം ഉണ്ണിയേട്ടൻ മുകുന്ദമ്മേനോനെ വിളിച്ചറിയിക്കേ. എത്രയും പെട്ടെന്ന് വിവാഹ തീയതി നിശ്ചയിച്ചാലേ നല്ലൊരു ഓഡിറ്റോറിയം ആ സമയത്തേക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. അത് ശരിയാ. ഞാൻ ഊണ് കഴിഞ്ഞ ഉടനെ തന്നെ മേനോനെ വിളിക്കാം.
മുകുന്ദൻ മേനോൻ ഹിയർ. ആ മേനനെ, ഞാൻ അഴകത്തുനിന്ന് കുഞ്ഞുണ്ണിയാ. ആ കുഞ്ഞുണ്ണേട്ടാ, എന്തൊരു വിശേഷം? നല്ല വിശേഷ മേനനെ. അരവിന്ദ് വന്നിട്ടുണ്ട്.